മുട്ടുകുത്തി നിൽക്കാം. ആരാധിക്കുന്നു, ജീവനുമെന്റെ സർവസ്വവും ആരാധന ആരാധന രണ്ട് കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. രണ്ട് കരങ്ങളിലൂടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിനെ എത്തിച്ചെടുക്കും. പ്രത്യേകമായി ഇന്ന് ഇവിടെ മുഴുവനും ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കാനായി ഒരു കിഡ്നി ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. 13 മണിക്കൂർ ഒരു മനുഷ്യന്റെ 13 മണിക്കൂർ. നമുക്ക് ഈ സമയം ഈ വ്യക്തിയെ നമുക്ക് ഓർക്കാം. ഒപ്പം തന്നെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട നിയോഗങ്ങൾ, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും എല്ലാ നിയോഗങ്ങളും ഈശ്വരൻ ഏറ്റെടുക്കുന്നു. എല്ലാവരുടെ നിയോഗങ്ങളെ ഈശോയുടെ കരങ്ങളിലോട് സ്തുതിച്ച് ബഹുമാനപ്പെട്ട ലൂക്ക് പുത്രക്കൈലക്സിന്റെ അപ്പച്ചനാണ് കിഡ്നിയുടെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട അപ്പച്ചനെ നമുക്ക് ഓർക്കാം. അപ്പച്ചന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി കർത്താവേ, ആരാധന 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 ആരാധന. ഈശോയെ നന്ദി പറയുന്ന കർത്താവേ, ആരാധന 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 ആരാധന. കരങ്ങൾ കോർത്ത് പിടിച്ച് ഈശോയെ നോക്കുക. നമ്മളൊരു കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാൻ പോകുകയും ഇതാ കാലങ്ങളായി ദൈവത്തിന്റെ പദ്ധതി പ്രകാരം, ദൈവത്തിന്റെ ഹിതപ്രകാരം ഈ ദേശത്ത് ഈ ഒരു ആലയം ഉയർന്നു വരികയാണ്. നമ്മൾ ഓരോടെ സേവനമനുഷ്ഠിക്കുന്ന ശുശ്രൂഷകരെ നമുക്ക് സമർപ്പിക്കാം. അൾത്താര മുതൽ അടുക്കള വരെ വിവിധ തരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. അവരെയൊക്കെ നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാം. ഈ ഒരു ആലയത്തെയും ഈ ഒരു ദേശത്തെയും കർത്താവിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ തുറന്നുകൊണ്ട് ഈശോയെ നോക്കി ഒപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ കർത്താവിന് നമുക്ക് കൊടുക്കാം. കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോൾ 2 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യേ ഞാനുണ്ടെന്നാ പറഞ്ഞത്. ഈ ലോകത്തിൽ നിങ്ങൾ 2 പേർ യോജിച്ച് ചോദിക്കുന്നു എല്ലാ കാര്യങ്ങളും സ്വർഗത്തിലെ ദൈവം നടത്തുന്നു. നമ്മുടെ 2 അല്ല, ഒട്ടനവധി പേരുണ്ട്. നമ്മൾ യോജിച്ച് നിന്ന് ഇതാ കർത്താവിന്റെ മുമ്പിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, പ്രത്യേകമായി ഈ ധ്യാനാശ്രമത്തിന്റെ പൊതുവായ എല്ലാ നിയോഗങ്ങളും, ബഹുമാനപ്പെട്ട ഡയറക്ടർസിന്റെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിൽ കൊടുത്ത് നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഈശോയെ കൃപ വർഷിക്കണമേ കർത്താവേ, കൃപ വർഷിക്കണമേ ഈശോയെ, നിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൂട്ടായ്മയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. അതെ, കത്തോലിക്ക തിരുസഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് പിതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സ്ഥാനത്യാഗം നടത്തിയ പ്രിയപ്പെട്ട ബെനഡിക്ട് 16 മാർപ്പാപ്പയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കർദിനാളന്മാരോടും, എല്ലാ മെത്രാപ്പൊലീത്തമാരോടും, മെത്രാന്മാരോടും, എല്ലാ വൈദികരോടും, സിസ്റ്റേഴ്സിനോടും, അന്മാരോടും ചേർന്ന് സ്വയം ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ഈശോയെ.
ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ ഞങ്ങൾ വന്ന് നിറയണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, അനുഗ്രഹം തേടി തിരുസന്നിധിയിൽ എത്തിയിരിക്കുന്ന
എല്ലാ മക്കളെയും ആശീർവദിക്കണമേ, ആശീർവദിക്കണമേ. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, മക്കളായി ഞങ്ങൾക്ക് അങ്ങ് നൽകുന്ന കൃപാവരങ്ങൾ, അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ തടസ്സമായി ഞങ്ങളിൽ നിലനിൽക്കുന്ന എല്ലാ എതിർ സ്വാധീനങ്ങളെയും ചിന്തകളെയും പാപ പൈശാചിക ബന്ധനങ്ങളെയും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി പരിശുദ്ധാത്മ കൃപയാൽ ഞങ്ങളെല്ലാവരെയും ശക്തരാക്കണമേ. ഞങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ആത്മീയ അഭിഷേകത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയുടെ സന്നിധിയിൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവിടുന്ന് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. 145 സങ്കീർത്തനത്തിന്റെ 19 തിരുവചനം, തന്റെ ഭക്തരുടെ ആഗ്രഹങ്ങൾ അവിടുന്ന് സഫലമാക്കുന്നു. ഹല്ലേലൂയ. തന്റെ ഭക്തരുടെ ആഗ്രഹങ്ങൾ അവിടുന്ന് സഫലമാക്കുന്നു. അവരുടെ നിലവിളി കേട്ട് കർത്താവ് അവരെ രക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന കേട്ട് ദൈവം നമ്മളെ രക്ഷിക്കും, ദൈവം നമ്മളെ അനുഗ്രഹിക്കും, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കും. പക്ഷേ പരിശുദ്ധനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന് നമ്മൾ നമ്മുടെ പാപത്തെ ഉപേക്ഷിക്കണം. നല്ലൊരു ശതമാനം ആളുകളും തമ്പുരാന്റെ സന്നിധിയിൽ കൃപ തേടി, അനുഗ്രഹം തേടി ഒത്തിരി ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. നേർച്ച നേർന്നു, മറ്റു പലതരത്തിൽ പ്രാർത്ഥിക്കുന്നു. പക്ഷേ പാപം ഉപേക്ഷിക്കാൻ അവർ ഒരുക്കമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ കൃപ നിറയുമ്പോൾ മാത്രമേ പാപത്തോട് നമുക്ക് വെറുപ്പ് തോന്നുള്ളൂ, അറപ്പ് തോന്നുകയുള്ളൂ. പാപത്തെ താലോലിച്ചുകൊണ്ട് നമ്മൾ എത്ര നേർച്ച കാഴ്ച സമർപ്പിച്ചിട്ടും കാര്യമില്ല. പാപത്തെ ഉപേക്ഷിക്കാതെ നമ്മൾ എത്ര നൊവേന എഴുതിയിട്ടും കാര്യമില്ല. തിരിച്ചറിയണം. ഹല്ലേലൂയ. ഈ നിമിഷം ഞാൻ പറയും, നിങ്ങൾ വേറൊന്നിനും വേണ്ടി പ്രാർത്ഥിക്കേണ്ട. പരിശുദ്ധാത്മാവിന്റെ കൃപ നിങ്ങൾ നിറയട്ടെ. പാപത്തെയും പാപ സാഹചര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ വളരാനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സമയം അച്ഛന്മാരെ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവമക്കളുടെ അവകാശമായ അനുഗ്രഹത്തെ സ്വീകരിക്കുവാൻ തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ പാപ ബന്ധനങ്ങളും മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ എല്ലാ പാപ ശക്തികളും നിർവീര്യമാകും. ഒരു വ്യക്തി പാപത്തിൽ ജീവിക്കുമ്പോൾ ആ വ്യക്തിയുടെ മേൽ പിശാചിന് അവകാശമായി. പറയാമോ ഹല്ലേലൂയ? സ്വരം വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഏതെങ്കിലും പാപത്തിൽ കഴിയുകയാണെങ്കിൽ നമ്മളുടെ മേൽ പിശാചിന് അവകാശമായി. പിശാച് കുടുംബങ്ങളെ ഛിന്നഭിന്നമാക്കും. പിശാച് കുടുംബങ്ങളിൽ അന്തചിത്രം ഉണ്ടാക്കും. സഹോദരങ്ങൾ തമ്മിൽ ഭിന്നത, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശത്രുത, കുടുംബത്തിലെ സ്നേഹവും സമാധാനവും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, ഇതിന്റെ പിന്നിൽ ഈ പിശാച് ഒരുക്കുന്ന കെണിയാണ്. അവൻ നുണയുടെ പിതാവുമാണ്. അവൻ ആദ്യം മുതൽക്കേ കൊലപാതകയാണ്. ഇത് തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പലരും പാപത്തെ ന്യായീകരിച്ച് സംസാരിക്കാറുണ്ട്. ഇന്ന് പലരും പാപത്തെ താലോലിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഇതൊന്നും കുഴപ്പമില്ല, എല്ലാവരും എങ്ങനെയല്ലേ, മനുഷ്യരല്ലേ, ബലഹീനരല്ലേ എന്നൊക്കെ പറഞ്ഞ് പാപത്തെ ന്യായീകരിക്കുകയാണ്. നിങ്ങൾ പാപത്തെ ന്യായീകരിക്കണമെങ്കിൽ ന്യായീകരിച്ചോ, നിങ്ങളിലേക്ക് ദൈവകൃപ കടന്നു വരില്ല. എളിമയോടുകൂടെ തമ്പുരാന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ കൃപ നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മ ശക്തി നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുമ്പോൾ തിന്മയുടെ അരൂപികള്, പാപ ശക്തികൾ നിർവീര്യമായി പോകും. നമ്മുടെ കുടുംബത്തെ തകർക്കുന്ന, നമ്മുടെ കുടുംബത്തിലെ ഐക്യവും സ്നേഹവും സമാധാനവും സന്തോഷവും ഒക്കെ നഷ്ടപ്പെടുത്തി കളയുന്ന ഈ തിന്മയുടെ സ്വാധീനങ്ങള്, പിശാചിന്റെ അടിമത്തങ്ങള് തകരട്ടെ. രണ്ട് കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ
ദൈവിക സാന്നിധ്യം നിറയാൻ, പരിശുദ്ധാത്മാവിന്റെ കൃപ നിറയാൻ വളരെ തീഷ്ണോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ കൃപ നിറയുമ്പോൾ പാപശക്തിയിൽ നിർവീര്യമാകും. പാപം നിർവീര്യമാകാതെ, പാപത്തെ ഉപേക്ഷിക്കാതെ നമുക്ക് ഒരു അനുഗ്രഹവും പ്രാപിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ അച്ഛന്മാർ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവമക്കളുടെ അനുഗ്രഹവും കുടുംബങ്ങളിലെ സമാധാനവും സന്തോഷവും കൂട്ടായ്മയും ഐക്യവും ഐശ്വര്യവും എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞുകൊണ്ട് ഭിന്നതയും വിഭാഗീയതയും ശത്രുതയും വെറുപ്പും വിദ്വേഷവും ഇതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മളെ നയിച്ച് നമ്മുടെ കുടുംബത്തെ തകർക്കുന്ന തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളും നിർവീര്യമായി പോകാൻ വേണ്ടി ഇരു കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി എല്ലാവരും തീഷ്ണോട് പ്രാർത്ഥിക്കുന്നു. എന്റെയും എന്റെ കുടുംബത്തിന്റെയും അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും എല്ലാ പാപശക്തികളും നിർവീര്യമാക്കാറുണ്ട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന കർത്താവേ, അനുഗ്രഹം ഞങ്ങളുടെ അവകാശമാണെന്ന് വചനത്തോട് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, അവകാശമായ ഈ അനുഗ്രഹം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഞങ്ങളിലെ എല്ലാ പാപ അവസ്ഥകളെയും തിരിച്ചറിയുവാനും ഉപേക്ഷിക്കുവാനും പരിശുദ്ധാത്മാവോട് ഞങ്ങളെ ശക്തരാക്കണമേ. തലമുറകളിലൂടെ വംശങ്ങളിലൂടെ ഞങ്ങളിൽ നിലനിൽക്കുന്ന എല്ലാ പാപശക്തികളും പാപസ്വാധീനങ്ങളും നിർവീര്യമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ കുരിശുമരണത്തിന്റെ യോഗ്യതയാ, ഈശോ കുരിശിന്റെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തിയാ ഈ മക്കളിൽ നിന്ന് ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ പാപശക്തികളും പാപസ്വാധീനങ്ങളും നിർവീര്യമായി പോകട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ബഹുമാനപ്പെട്ട വൈദികരെ വെഞ്ചരിച്ച വിശുദ്ധ ജലം തെളിച്ച് ധൂപമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കെട്ടുകളഴിയുന്ന എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളും പൊട്ടിപ്പോകുന്ന സമയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കരങ്ങളടിച്ച് കൈകൾ കെട്ടി നിങ്ങളുടെ കുടുംബത്തെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും ഈ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുറവുകളും അയോഗ്യതകളും ബലഹീനതകളുള്ള എല്ലാവരെയും സമർപ്പിക്കുക. ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്പമടെ ഒരു 5-6 പേര് കേൾക്കത്തക്ക വിധത്തിൽ താമിനെ ആരാധിച്ച് ആ പുറകിലുള്ളവരും സൈഡിൽ നിൽക്കുന്ന എല്ലാവരും ഈശോയെ ആരാധിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ, മാതാപിതാക്കന്മാരെ എല്ലാവരും സമർപ്പിച്ച് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം പഠിപ്പിക്കുന്ന മക്കളെ, നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗികളായ പ്രിയപ്പെട്ടവരെ, പാപ ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്നവരെ എല്ലാവരെയും ഈശോയുടെ മുറിവേറ്റ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈശോയെ നിന്റെ തിരുഹൃദയത്തിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നിന്റെ തിരുഹൃദയത്തിന്റെ കൃപാവരങ്ങൾ വർഷിക്കണമേ. പ്രാർത്ഥിക്കുന്നു കർത്താവേ, പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങൾ ചൊരിയണമേ. ഈശോ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ തിരുഹൃദയത്തിൻ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. ഈശോ തിരുഹൃദയത്തിൻ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. ഭക്തിയോടെ നമുക്ക് ഈശോയുടെ സന്നിധിയിൽ മുട്ടുകുത്താം. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തിരുശരീരമേ, മിശിഹായുടെ തിരുരക്തമേ, മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, മിശിഹായുടെ കഷ്ടാനുഭവമേ, നല്ല ഈശോയെ, അങ്ങേ തിരുമുറിവുകളിൽ അങ്ങിൽ നിന്നും പിരിഞ്ഞു പോകുവാൻ ദുഷ്ടശത്രുക്കളിൽ നിന്നും എന്റെ മരണനേരത്ത് അങ്ങേ വിശുദ്ധരോടുകൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഞാൻ മനുഷ്യരെ ഇത്രയധികമായി സ്നേഹിച്ചിട്ടും മനുഷ്യർ എത്രയോ തുച്ഛമായിട്ടാണ് എന്നെ സ്നേഹിക്കുന്നത്. വളരെ വേദനയോടെ ഈശോ വിശുദ്ധ മാർഗ്ഗരേത്തോട് അരുളി ചെയ്തു. ഈശോ ജീവൻ നൽകി, രക്തം നൽകി നമ്മളെ സ്നേഹിച്ചു, നമ്മളെ വീണ്ടെടുത്തു. എന്നാൽ ഇന്ന് ദൈവമക്കൾ ഈശോയുടെ അരികിലേക്ക് വരുന്നത് കുറെ ഭൗതിക കാര്യസിദ്ധിത്തിന് വേണ്ടി. ഞാനും എൻ്റെ കുടുംബവും ഈശോയുടെ സ്നേഹത്താൽ നിറയണം, ഈശോയുടെ വചനമനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് ഈശോയുടെ അരികിൽ വരുന്നവര് വളരെ കുറച്ചു പേരാണ്. ബഹുഭൂരിപക്ഷം ആളുകളും ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും ഇവരെത്രയോ തുച്ഛമായിട്ടാണ് എന്നെ സ്നേഹിക്കുന്നത്. ഇവരെന്റെ അടുത്ത് വരുന്നത് കുറെ സ്വാർത്ഥ ആഗ്രഹങ്ങൾ സഫലമാകാൻ വേണ്ടിയാണ്. നമുക്ക് ഈശോയുടെ സന്നിധി പ്രാർത്ഥിക്കാം. പാപികളായ ഞങ്ങളെ ജീവൻ നൽകി, രക്തം നൽകി സ്നേഹിച്ച ഈശോയെ, നീ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്കും അങ്ങയെ സ്നേഹിക്കാനുള്ള കൃപ ഞങ്ങളെല്ലാവരും ദൈവസ്നേഹത്താൽ നിറയുന്നവരായി മാറട്ടെ. പരിശുദ്ധാത്മാവിലൂടെ ഹൃദയത്തിൽ ദൈവസ്നേഹം അനുഭവിച്ച് ഈ ഭൂമിയിലെ ജീവിതം ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ സാധിക്കണം. ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരെല്ലാവരും ദൈവസ്നേഹത്താൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ മാതിരിമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാതിരിമുള്ള തിരുഹൃദയമേ, 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 മറിയത്തിന്റെ മാതിരിമുള്ള ദിവ്യഹൃദയമേ, ശാന്തതയും എളിമയുമുള്ള ഈശോ, എനിക്ക് ഈ ജനത്തോട് അനുകമ്പ തോന്നുന്നു എന്ന് അരുളി ചെയ്ത ഈശോയുടെ തിരുഹൃദയത്തെ ധ്യാനിച്ചുകൊണ്ട് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പാപിയും രോഗിയും പലതരത്തിലുള്ള അസ്വസ്ഥതകളുമായി തിരുമുമ്പിൽ എത്തിയിരിക്കുന്ന നമ്മളോട് ഈശോ അനുകമ്പ കാണിക്കുന്നു. നമ്മുടെ നിയോഗങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കുന്നു, ആശീർവദിക്കുന്നു. ഒപ്പം ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നു, മക്കളെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. നമുക്കും കുറവുകളും പോരായ്മകളൊക്കെ ഉള്ള നമ്മുടെ പ്രിയപ്പെട്ടവരോട് അനുകമ്പയോടെ പെരുമാറാൻ സാധിക്കും. അനുകമ്പയോടെ എല്ലാവരെയും കാണാനും അവരോട് ഇടപഴകുവാനും ഒക്കെയുള്ള കൃപ നമ്മളിൽ നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മളോട് അനുകമ്പ കാണിക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ മാതിരിമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ സ്നേഹമായിരിക്കണമേ. 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 ഈശോയുടെ മാതിരിമുള്ള
ഈശോയുടെ മാധുര്യമുള്ള ഹൃദയമേ ഞങ്ങളുടെ മേൽ സ്നേഹമായിരിക്കണമേ. മറിയത്തിന്റെ മാധുര്യമുള്ള ദിവ്യഹൃദയമേ എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിനൊത്തതാക്കി ഇറങ്ങണമേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് അരുളി ചെയ്ത ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ഭാരങ്ങളും രോഗങ്ങളും വേദനകളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വേദനിക്കുന്ന രോഗപീഠകളൊക്കെ വിഷമിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് നിങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരുണ്ട്. അവരെയും ഇന്നീ കൂട്ടായ്മയിൽ പ്രത്യേകം മധ്യസ്ഥ പ്രാർത്ഥന എഴുതി അറിയിച്ചവര് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ. ഞങ്ങളുടെ മേൽ സ്നേഹമായിരിക്കണം. നീതിമാന്മാരെ വിളിക്കുവാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുവാനാണ് എന്നരുളി ചെയ്ത ഈശോയുടെ തിരുഹൃദയത്തെ ഈശോയുടെ മാധ്യമമുള്ള തിരുഹൃദയമേ, ദൈവത്തിന്റെ മാധ്യമമുള്ള ദിവ്യഹൃദയമേ, ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, 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 മറിയത്തിന്റെ മാധുര്യമുള്ള ദിവ്യഹൃദയമേ, സന്തതിയും എളിമയുമുള്ള ഈശോ ഈശോയുടെ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമർപ്പിക്കുക. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ദൈവമക്കൾ സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ഓർക്കണം, സമർപ്പിക്കണം. ആശുപത്രികളിലും ഭവനങ്ങളിലൊക്കെ രോഗികളായി കഴിയുന്ന എല്ലാ രോഗികളായ മക്കളെയും സമർപ്പിച്ചുകൊണ്ട്, ഒപ്പം ഈ കൂട്ടായ്മയിലുള്ള രോഗികളെ കൂടെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂട്ടായ്മയിൽ പ്രത്യേകം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന രോഗികളായ 6 മക്കളാണുള്ളത്. ഈ 6 മക്കളെയും നമ്മുടെ രോഗാവസ്ഥകളും രോഗികളായ പ്രിയപ്പെട്ടവരെ കൂടെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിവിധ പരീക്ഷകൾ എഴുതി ഉന്നത വിജയത്തിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന 7 ദൈവമക്കൾ, കടബാധ്യത മാറിക്കിട്ടുവാനായിട്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന 4 വ്യക്തികൾ, ജോലിയില്ലാതെ വിഷമിക്കുന്ന 5 വ്യക്തികൾ, സ്ഥലം വിൽക്കുവാൻ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന 3 വ്യക്തികൾ, നമുക്കിവരെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വീട് പണി തുടങ്ങുവാനുള്ള അനുഗ്രഹം, ദൈവാനുഗ്രഹം ലഭിക്കുവാൻ 3 കുടുംബങ്ങൾ പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. വീട് പണി പൂർത്തിയാക്കുവാനായിട്ട് ഉള്ള കൃപാവരത്തിന് വേണ്ടി 4 കുടുംബങ്ങൾ പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. നമുക്ക് ഈ കുടുംബങ്ങളെ, ഭവനമില്ലാതെ വിഷമിക്കുന്ന ഈ കുടുംബങ്ങളെ
നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ നിയോഗങ്ങളെ അമ്മയുടെ കണ്ണീർ കണങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇപ്പം ത്യാഗത്തോടെ മുട്ടുകുത്താൻ പറ്റുന്ന എല്ലാവരും മുട്ടുകുത്തി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ക്രൂശിതനായ എൻ്റെ ഈശോയെ, സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള യാത്രയിൽ അങ്ങേ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരുകളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നല്ലവനായ കർത്താവേ, പരിശുദ്ധ അമ്മയുടെ രക്തകലർന്ന കണ്ണുനീരുകൾ തന്റെ സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങളുടെ ഇടത്തിൽ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ ഞങ്ങളോടൊത്ത് നിത്യമായി അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നതിനും യോഗ്യരാകുന്നതിനു വേണ്ടി അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. പരിശുദ്ധമെന്ന ശമയോന്റെ പ്രവചനം കേട്ട് അങ്ങ് ചിന്തിയ രക്തകണ്ണുനീരിനെ പ്രതി മക്കളെ ഓർത്ത് വേദനിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരുടെ മേലും കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ കണ്ണീർക്കടങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗത്തിൽ അങ്ങേക്ക് ഗാഢമായി സ്നേഹിച്ച് അങ്ങയുടെ വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അമ്മേ, അമ്മയെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരെയും അവയുടെ ഹൃദയത്തിൽ ചേർത്തണമേ. ഈശോനാഥ, അങ്ങേ മൃദു ശരീരം കുരിശിൽ നിന്നിറക്കി പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടത്തി അമ്മ വേദനയോടുകൂടി ചിന്തിയ രക്തക്കണ്ണുനീർ കണങ്ങളെ കുറിച്ച് ഈ ആലയത്തിന്റെ മേലെ കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഈ ആഴ്ച നടക്കുന്ന ആന്തരിക സൗഖ്യ ധ്യാനത്തിന് പങ്കുചേരുന്ന എന്റെ ഈശോയെ, അങ്ങേ മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചു ദുഃഖാധികതാൽ പരിശുദ്ധ അമ്മ തൂകിയ കണ്ണുനീർ കണങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് ഈ ആലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിമിഷം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീർ കണങ്ങളുടെ യോഗ്യതയാൽ സോളസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കും. അമ്മയോട് ചേർന്നതുകൊണ്ട് ആരാധിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്നതുകൊണ്ട് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കരുണയായിരിക്കണമേ, കർത്താവേ കൃപയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതലും മോചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ. പിതാവേ
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ. ഈശോ നമ്മളോടെ നമുക്ക് ഒരിക്കൽ കൂടി അവിടുത്തെ മഹത്വപ്പെടുത്താം. ഞാനിന്ന് സമർപ്പിച്ച എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അവിടുന്ന് ആശീർവദിക്കുകയാണ്. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അവിടുന്ന് ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു, സഫലമാക്കുന്നു. സമർപ്പണത്തിന്റെ പ്രതീകമായി ഒരിക്കൽ കൂടെ ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി യേശുനാമം വിളിച്ചും സ്തുതിച്ചും എല്ലാവരും ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, പരിശുദ്ധ